Morning, ma'am. Morning, ma'am. Good morning. Good morning, ma'am. Good morning. Good morning, ma'am. Good morning. Good morning, miss. Good morning. ടെൻഡൻസീസ് ഞാൻ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, ചെയ്തായിരുന്നോ നിങ്ങള്? കിട്ടിയോ? ക്വസ്റ്റ്യൻ കിട്ടിയായിരുന്നോ? ഇല്ല, ക്ലാസ് റൂമിൽ വന്നിട്ടില്ലല്ലോ. വന്നിട്ടില്ല. കണ്ടില്ലല്ലോ മാം. ഓക്കെ ഓക്കെ, ഞാൻ എന്നോട് ചോദിക്കട്ടെ കേട്ടോ. ഓക്കെ, അപ്പോ നമ്മൾ പറഞ്ഞത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പാർട്ട് 1 എന്റെ പോർഷൻ തീർന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഇനി എടുക്കാൻ പോകുന്ന മൊഡ്യൂൾ 3 പാർട്ട് 1 മോണ്ടിസോറി പ്രാക്ടിക്കൽ ഏരിയ ആണ് കേട്ടോ. നമ്മള് പ്രാക്ടിക്കൽസിലേക്ക് കടക്കുകയാണ്. ഇനി ഞാൻ മെറ്റീരിയൽസ് ഒന്നും തന്നെ കൊണ്ടുവന്നിട്ടില്ല. കുറച്ച് കാര്യങ്ങൾ പറയുന്നതിന് ശേഷം മാത്രമാണ് മെറ്റീരിയൽസ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണോ? Yes, ma'am. Yes, ma'am. പിന്നെ ഇത് എടുക്കുന്നതിന് മുമ്പ് പ്രധാനമായിട്ട് ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഈ പ്രാക്ടിക്കൽസ് എന്ന് പറയുന്നത് തിയറി പോലെയല്ലോ. നമ്മൾക്ക് ഞാൻ പറഞ്ഞു തന്ന് നിങ്ങൾ കുറച്ച് പറഞ്ഞ് അങ്ങനെ ഡിസ്കസ് ചെയ്ത് പോകുന്ന രീതിയായിരുന്നു നമ്മൾ മുമ്പ് ഉണ്ടായിരുന്ന തിയറി അല്ലെ. പക്ഷെ പ്രാക്ടിക്കൽസിലേക്ക് വരുമ്പോൾ നിങ്ങൾ തന്നെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതിനകത്ത് ഓരോരോ ആക്ടിവിറ്റീസ് കൊടുത്തിട്ടുണ്ടാവും. നമ്മുടെ മുന്നത്തെ MP ബാച്ചിനൊക്കെ ഇങ്ങനെ തന്നെയാണ് ക്ലാസ്സിൽ പോയിട്ടുണ്ടായിരുന്നത്. ഓരോ ആക്ടിവിറ്റീസ് പ്രാക്ടിക്കൽസിന്റെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ടാവും. അത് ഓരോരുത്തരായി ചെയ്തിട്ട് വീഡിയോ എടുത്തിട്ട് സേവ് ചെയ്ത് വെക്കാം. ലാസ്റ്റ് ഞാൻ പറയുന്ന നമ്പറിലേക്ക് അതൊന്ന് സെൻഡ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് അവിടെ മാർക്ക് അവൈലബിൾ ആണ്. ഓക്കെ, അതായത് നിങ്ങൾക്ക് ഒരു ആവറേജ് എങ്ങനെയാണ് നിങ്ങളുടെ ആ ഒരു എല്ലാവരും ഒരു വീഡിയോ നിർബന്ധമായിട്ടും ചെയ്യണം. ഓക്കെ, ക്ലിയർ ആണോ? മനസ്സിലായോ? അതായത് നമ്മൾ ഈ പ്രാക്ടിക്കൽസില് കുറെ അധികം ആക്ടിവിറ്റീസ് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയുന്നത് ബോറടി ആയിട്ട് തോന്നും. കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് പറയാനായിട്ട് പറ്റും, പക്ഷെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോ എല്ലാവരും ഒരാള് നിർബന്ധമായിട്ടും, അതും ക്ലാസ്സിൽ, എന്റെ ക്ലാസ്സിൽ നിർബന്ധമായിട്ടും ഒരു ആക്ടിവിറ്റി ചെയ്തിട്ടുണ്ടായിരിക്കണം. ഞാൻ പറയും ആരൊക്കെയാണ് ആക്ടിവിറ്റി ചെയ്യേണ്ടത്, എന്താണ് അത് പ്രസന്റ് ചെയ്യേണ്ടതെന്ന് പറയും. നിങ്ങളത് പ്രസന്റ് ചെയ്യണം ലൈവായിട്ട്. അതുപോലെ തന്നെ അതിന്റെ വീഡിയോ എടുത്ത് സേവ് ചെയ്ത് വെക്കാം. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം. ഇതിനകത്ത് പോറിംഗ് എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി ഉണ്ട്. പോറിംഗ് വാട്ടർ ഫ്രം ജഗ് ടു ഗ്ലാസ്, അതായത് ജഗ്ഗിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് വെള്ളം ഒഴിക്കുന്ന ഒരു ആക്ടിവിറ്റി ഉണ്ട്. കുഞ്ഞുങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ്. അപ്പൊ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് കറക്റ്റ്, അതായത് മൂവ്മെന്റ് എങ്ങനെയാണ്, ഫിംഗർ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്, ഐയും ഹാൻഡും എങ്ങനെയാണ് കോർഡിനേറ്റ് ആവുന്നത്, ഇതൊക്കെ കറക്റ്റ് ആയിട്ട് നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ, നമ്മൾ ആക്ടിവിറ്റി ചെയ്യാനായിട്ട്. നമ്മൾക്കിത് നിങ്ങൾ തന്നെ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. കുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? ഓക്കെ, ഡൗട്ട് ചോദിക്കട്ടെ. ഒരു 30 മിനിറ്റെങ്കിലും മാക്സിമം ഉള്ള വീഡിയോ ചെയ്ത് സാറിന് ഇത് ചെയ്ത് കൊടുക്കുക, സെൻഡ് ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞു. അത് ഇത് തമ്മിൽ ബന്ധമുണ്ടോ? 30 സെക്കൻഡ് അതും ഇതുമായിട്ട് ബന്ധമുണ്ടോന്ന് ചോദിച്ചു. രണ്ടും ഒന്നാണോന്ന്. അത് ആക്ഷൻ സോങ് പറഞ്ഞല്ലോ, ആക്ഷൻ സോങ്. അത് ആക്ഷൻ സോങ് സേവ് ചെയ്ത് വെച്ചേക്ക് സാറിന് സെൻഡ് ചെയ്ത് കൊടുക്കാൻ വേണമെന്ന് പറഞ്ഞായിരുന്നു ജിഷ മാം ഒരു ക്ലാസ്സില്. അത് വേറെയാണ്, ഇത് വേറെയാണ് കേട്ടോ. അത് ആക്ഷൻ സോങ് അല്ലേ, ഇത് നമ്മുടെ പ്രാക്ടിക്കൽസ് ആണ്. ഓക്കെ,
ആക്ടിവിറ്റീസ് ആണ്. നമുക്ക് മനസ്സിലാവും, നിങ്ങൾക്ക് ഈ ഒരു PDF വായിച്ചു വരുമ്പോൾ എന്തൊക്കെയാണ് ആക്ടിവിറ്റീസ് എന്ന് മനസ്സിലാവും. അപ്പൊ നമുക്ക് നോക്കാം. ഇൻട്രൊഡക്ഷൻ ടു പ്രാക്ടിക്കൽ ലൈഫ് ആക്ടിവിറ്റീസ്. ഫസ്റ്റ് പേജ് ആണ് കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഒരു 5 മിനിറ്റ് എടുത്തിട്ട് നിന്ന് എല്ലാവരും മൈൻഡിൽ ഒന്ന് റീഡ് ചെയ്യാം. വായിച്ചു എല്ലാവരും? ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് പ്രാക്ടിക്കൽ ലൈഫ്. വാട്ട് ഈസ് പ്രാക്ടിക്കൽ ലൈഫ്? പ്രാക്ടിക്കൽ മീൻസ് ബേസിക്, യൂസ്ഫുൾ ആൻഡ് പർപ്പസ്ഫുൾ. Life means the way of living. Practical life exercises are just that. They are exercises through which a child can learn how to do living activities in a deliberate way. Okay. അതായത് പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞാൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്രാക്ടിക്കൽ എന്ന് പറയുന്ന അതിന്റെ മീനിങ് എന്ന് പറയുന്നത് ബേസിക് ആണ്, അടിസ്ഥാനപരമായിട്ടുള്ള, യൂസ്ഫുൾ ഉപയോഗപ്രദമായിട്ടുള്ള, പർപ്പസ്ഫുൾ ഉദ്ദേശത്തോടു കൂടിയാണ്. അതാണ് പ്രാക്ടിക്കലിന്റെ മീനിങ് എന്ന് പറയുന്നത്. ലൈഫ് എന്നാൽ എന്താണ്? ഓക്കെ, ലൈഫ് മീൻസ് ദ വേ ഓഫ് ലിവിംഗ് ആണ്, ഒരു ജീവിത രീതി അല്ലെങ്കിൽ ലിവിംഗ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും അല്ലെ. അപ്പൊ എന്താണ് ഇവിടെ പറയുന്നത്? ബേസിക് വേ ഓഫ് ലിവിംഗ്, അല്ലെങ്കിൽ പർപ്പസ്ഫുൾ വേ ഓഫ് ലിവിംഗ്, അല്ലെങ്കിൽ യൂസ്ഫുൾ വേ ഓഫ് ലിവിംഗ് ആണത് പ്രാക്ടിക്കൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഈ പ്രാക്ടിക്കൽസിലൂടെ, അതായത് പ്രാക്ടിക്കൽ ആക്ടിവിറ്റീസിലൂടെ കുട്ടിയെ നമുക്ക് എന്ത് ചെയ്തെടുക്കാൻ പറ്റും? ഗ്രോ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതായത് ധാരാളം കാര്യങ്ങൾ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കാനും അവർക്ക് കുറെ കാര്യങ്ങൾ പഠിക്കാനും ഈ പ്രാക്ടിക്കൽസിലൂടെ സാധിക്കുന്നതാണ്. അതാണ് ആ ഒരു ഫസ്റ്റ് പാരഗ്രാഫിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. Then meaning and the purpose of practical life. The purpose and the aim of practical life is to help the child growth, control in the coordination of his movement, and help the child to gain independence and modify to his society
Practical life exercises also aid the growth and development of the child acumen and concentration, and will in turn also help the child develop an orderly way of thinking. അതായത് പ്രാക്ടിക്കൽ, അതായത് എന്താണ് ഇതിന്റെ ഉദ്ദേശം? പ്രാക്ടിക്കൽസ് എന്തിനാണ് കുട്ടികൾക്ക് ധാരാളം ആക്ടിവിറ്റീസ് കൊടുക്കുന്നത്, എന്തിനു വേണ്ടിയിട്ടാണെന്നാണ് ഇതിനകത്ത് പറയുന്നത്. ചൈൽഡിന്റെ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ്, അതുപോലെ തന്നെ കോർഡിനേഷൻ വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട്, ചൈൽഡ് കുറച്ചും കൂടി ഇൻഡിപെൻഡൻസ്, സ്വതന്ത്രനാകുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ സൊസൈറ്റിക്ക് യൂസ്ഫുൾ ആകുന്നതിന് വേണ്ടിയിട്ട്, അവന്റെ എല്ലാ കാര്യങ്ങളും, അതായത് ആ ഒരു ഡെവലപ്മെന്റ്, ആ ഗ്രോത്തിന് അവന്റെ ലൈഫിൽ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട്, അവന് കോൺസെൻട്രേഷൻ വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട്, അവന്റെ ജീവിതത്തിന് അല്ലെങ്കിൽ അവന്റെ ആ ഒരു ലൈഫിന് ഓർഡർ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് എന്ത് കൊടുക്കുന്നത്, നമ്മൾ ഓരോരോ ആക്ടിവിറ്റീസ് കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? മനസ്സിലായോ? ഓക്കെ. Then benefits of practical life exercises. എന്തൊക്കെയാണ് പ്രാക്ടിക്കൽ? നമ്മൾ കുട്ടിയെ കൊണ്ട് ഒരു ആക്ടിവിറ്റീസ് ചെയ്യിക്കുമ്പോൾ അല്ലെങ്കിൽ കുട്ടിയെ കൊണ്ട് ഒരു പ്രാക്ടിക്കൽ നമ്മൾ ചെയ്യിപ്പിക്കുമ്പോൾ അതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, ടു ഇംപ്രൂവ് ഇൻ സെൽഫ് നോളജ്. അവന്റെ സെൽഫ് നോളജ് ഇംപ്രൂവ് ചെയ്യും, അതാണ് ഫസ്റ്റത്തെ ബെനിഫിറ്റ്. രണ്ടാമത്തേത്, ഇൻക്രീസ് ദ ചൈൽഡ് കോൺസെൻട്രേഷൻ. കുട്ടിയുടെ കോൺസെൻട്രേഷൻ കൂടുന്നു. മൂന്നാമത്തേത്, ഡെവലപ്പ് ഫൈൻ ആൻഡ് ഗ്രോസ് മോട്ടോർ സ്കിൽസ്. എന്ത് ചെയ്യുന്നുണ്ട്? അതായത് കുട്ടിയുടെ ഫൈൻ ആൻഡ് ഗ്രോസ് മോട്ടോർ സ്കിൽസ് ഡെവലപ്പ് ആകുന്നുണ്ട്. ഹെൽപ്പ് ചിൽഡ്രൻ ടുവാർഡ്സ് ഇൻഡിപെൻഡൻസ്. കുട്ടികൾ കുറച്ചും കൂടി സ്വതന്ത്രനാകുന്നു, അല്ലെങ്കിൽ അവന് കുറച്ചും കൂടി ഇൻഡിപെൻഡൻസ്, ഫ്രീഡം കിട്ടുന്നു. ടു ക്രിയേറ്റ് ഓർഡർ, അവനൊരു ഓർഡർ സൃഷ്ടിക്കാനായിട്ട് സാധിക്കുന്നു. ഇൻക്രീസ് എ ഗുഡ് സെൽഫ് ഇമേജ്, ഒരു ഗുഡ് സെൽഫ് ഇമേജ് ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അപ്രീഷിയേറ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ ലിമിറ്റ്സ് ഓഫ് ഹിസ് എൻവയൺമെന്റ്. അവന്റെ ചുറ്റുപാടുകളെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാട്, സറൗണ്ടിങ്സ്, എൻവയൺമെന്റിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും അതിനെ അഭിനന്ദിക്കാനും അവനെ കഴിയുന്നുണ്ട്. ഓക്കെ, അതായത് സറൗണ്ടിങ്സിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നു, സറൗണ്ടിങ്സുമായിട്ട് കൂടുതൽ ഇന്ററാക്ട് ചെയ്യുന്നു. ഡെവലപ്പ് എ സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി. ഉത്തരവാദിത്വം ഉണ്ടാകുന്നു. ഒരു ആക്ടിവിറ്റി നമ്മളിപ്പോ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടി ഇത് ചെയ്യും എന്നുള്ളൊരു ഉറപ്പുണ്ട്. അതിലൂടെ അവൻ കൂടുതൽ റെസ്പോൺസിബിൾ ആവുകയാണ് ചെയ്യുന്നത്. എയ്ഡ് ദ ചൈൽഡ് ഇൻ ദിസ് കൺസ്ട്രക്ഷൻ. അതുപോലെ തന്നെ എന്താ പറയാ, കൺസ്ട്രക്ഷൻ, അതായത് ഓരോ കാര്യങ്ങളൊക്കെ നിർമ്മിക്കാനും ഓരോരോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുവാനൊക്കെ കുട്ടിക്ക് സഹായകമാണിത് ഈ ഒരു പ്രാക്ടിക്കൽ ലൈഫ് എക്സസൈസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? Then principles of Montessori practical materials. എന്തൊക്കെയാണ് മോണ്ടിസോറി പ്രാക്ടിക്കൽ ലൈഫ് മെറ്റീരിയൽസിന്റെ പ്രിൻസിപ്പിൾ? കുറച്ച് തത്വങ്ങളുണ്ട്. ഇതെങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്, എങ്ങനെയായിരിക്കണം മെറ്റീരിയൽസ് എന്ന് പറയുന്നത്, അതിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഓക്കെ, first one, each material must have a precise purpose and be meaningful to the child. നമ്മളിപ്പോ മോണ്ടിസോറി ക്ലാസ് റൂമിൽ നിങ്ങൾ പോയിട്ടുണ്ടോ? മോണ്ടിസോറി സ്കൂളുകളിൽ പോയിട്ടുണ്ടോ? ക്ലാസ് റൂം കണ്ടിട്ടുണ്ടോ എങ്ങനെയാണെന്ന്? ആരെങ്കിലും ഒരാള്? ജിഷാമാവ് വീഡിയോസ് ഒക്കെ കാണിച്ചു തന്നിട്ടുണ്ട്, അല്ലാണ്ട് നേരിട്ട് കണ്ടിട്ടില്ല. വീഡിയോസ് കാണിച്ചു തന്നിട്ടുണ്ട് അല്ലെ? എങ്ങനെയാണ് വീഡിയോസിൽ എങ്ങനെയാ കണ്ടത് നിങ്ങള്? ഒരു സെപ്പറേറ്റ് ഒരു യു ഷേപ്പിലൊക്കെ ആയിരിക്കും അവരുടെ ടേബിൾസ് ഒക്കെ അറേഞ്ച് ചെയ്തേക്കണത്, മാറ്റ് ഉണ്ടാവും, അങ്ങനെയൊക്കെയാണ് കണ്ടത് അതിനകത്ത്. അങ്ങനെയൊക്കെയാണ് കണ്ടത്. അതായത് മെറ്റീരിയൽസ് ഉണ്ടാവും, നിർബന്ധമായിട്ടും മെറ്റീരിയൽസ് ഉണ്ടാവും. മെറ്റീരിയൽസ് വെക്കാനുള്ള സ്റ്റാൻഡുകളും മറ്റുമൊക്കെ ഉണ്ടാവും, കബോർഡ്സ് അല്ലെങ്കിൽ ബെഞ്ചുകൾ. അതായത് മെറ്റീരിയൽസ് ഓരോന്നും നിരത്തി വെക്കാനുള്ള കാര്യങ്ങളൊക്കെ മോണ്ടിസോറി ക്ലാസ് റൂമിൽ ഉണ്ടാവും. അതാണ് മോണ്ടിസോറി ക്ലാസ് റൂമിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ മാറ്റ് ഉണ്ടാവും, ട്രേ ഉണ്ടാവും. ഇതൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും, മോണ്ടിസോറി ക്ലാസ് റൂമിൽ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്നുണ്ട് ഈച്ച് മെറ്റീരിയൽ മസ്റ്റ് ഹാവ് എ പ്രിസൈസ് പർപ്പസ് ആൻഡ് ബി മീനിങ്ഫുൾ ടു ദ ചൈൽഡ്. ഓരോ മെറ്റീരിയലും, അതായത് മോണ്ടിസോറി ക്ലാസ് റൂമിൽ ഇരിക്കുന്ന ഓരോ മെറ്റീരിയൽസിനും അതിൻ്റെതായിട്ടുള്ള ഉദ്ദേശമുണ്ട്, പർപ്പസ് ഉണ്ട്. അതുപോലെ തന്നെ അതിന് അർത്ഥം ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് വെറുതെ എല്ലാ മെറ്റീരിയൽ അവിടെ വെച്ചിരിക്കുന്നത് അല്ലെ,
കുട്ടികൾക്ക് ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെറ്റീരിയൽസ് അവിടെ വെച്ചിരിക്കുന്നത്. ഓരോ മെറ്റീരിയലിനും അതിൻ്റെതായിട്ടുള്ള മീനിങ് ഉണ്ടാവും. അതായത് എന്തെങ്കിലും ഒരു കാര്യം എന്താ പറയാ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഓരോ മെറ്റീരിയൽസും അവിടെ വെച്ചിട്ടുണ്ടാവുക. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് അതിനെ പർപ്പസ് ആൻഡ് മീനിങ്ഫുൾ ടു ദ ചൈൽഡ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ്, the difficulty or the effort that the child is to discover and understand must be isolated in a single piece of material. അതായത് ചിലപ്പോ കുട്ടികൾക്ക് ഇത് കണ്ടെത്തുന്നതിനും അതുപോലെ തന്നെ ഐഡന്റിഫൈ ചെയ്യുന്നതിനും കുറച്ച് പാടായിരിക്കും ഉണ്ടാവുക. അതായത് പെട്ടെന്നൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, കുട്ടികൾക്ക് ഇത് ഐഡന്റിഫൈ ചെയ്യാനും അതുപോലെ തന്നെ കണ്ടെത്താനൊന്നും പറ്റില്ല, എഫേർട്ട് ഉണ്ടാവും, അല്ലെങ്കിൽ ഡിഫിക്കൽട്ടി രൂപപ്പെടുന്നുണ്ടാവും അവിടെ. പക്ഷെ എല്ലാ മെറ്റീരിയലും എന്താണ് കുട്ടികൾ മനസ്സിലാക്കുന്നത് വരെ ടീച്ചർമാര് പറഞ്ഞു കൊടുക്കണം എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഈച്ച് ആൻഡ് എവരി മെറ്റീരിയൽ കുട്ടികൾക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ടീച്ചേഴ്സ് എന്ത് ചെയ്ത് കൊടുക്കണം, പറഞ്ഞു കൊടുക്കണം. ഓക്കെ, അവർക്ക് മനസ്സിലാകുന്നത് വരെ. ചിലപ്പോ 1-2 ദിവസങ്ങൾ കൊണ്ട് ചിലപ്പോ അതിന്റെ പേരോ അല്ലെങ്കിൽ അതെന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കാം. ചിലപ്പോ ദിവസങ്ങൾ എടുത്തിട്ടായിരിക്കും കുട്ടി അത് മനസ്സിലാക്കുന്നത്. അപ്പൊ അതുവരെ എന്ത് ചെയ്യുക, ടീച്ചേഴ്സ് വെയിറ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. മൂന്നാമത്തെ പോയിന്റ്, ദ മെറ്റീരിയൽ ഡെവലപ്മെന്റ് ഫ്രം സിമ്പിൾ ടു മോർ കോംപ്ലക്സ് ഡിസൈൻ ആൻഡ് യൂസേജ്. മെറ്റീരിയൽസ് എന്ന് പറയുന്നത് സിമ്പിളിൽ തുടങ്ങി കോംപ്ലക്സ് മെറ്റീരിയൽസ് വരെയുണ്ട്. അതായത് വളരെ സിമ്പിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും, വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള മെറ്റീരിയൽസ് നമുക്ക് മോണ്ടിസോറി ക്ലാസ് റൂമിൽ കാണാനായിട്ട് സാധിക്കും. ഇത് പ്രത്യേകം അടുക്കി വെച്ചിരിക്കുന്ന രീതി എങ്ങനെയാണ്, സിമ്പിളിൽ നിന്ന് കോംപ്ലക്സിലേക്കാണ്. അതായത് ആദ്യം സിമ്പിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് വെക്കും, പിന്നീടാണ് കോംപ്ലക്സ് ആയിട്ടുള്ള മെറ്റീരിയൽസ് വെക്കാം. അപ്പൊ സിമ്പിൾ ടു കോംപ്ലക്സ് ആ ഒരു ടൈപ്പിലാണ് എന്ത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, മെറ്റീരിയൽസ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, നാലാമത്തെ പോയിന്റ്, ദ മെറ്റീരിയൽസ് ആർ ഡിസൈൻഡ് ടു പ്രിപ്പയർ ദ ചൈൽഡ് ഡിസ്കഴ്സീവ്ലി ഫോർ ഫ്യൂച്ചർ ലേണിംഗ്. അതായത് ഓരോ മെറ്റീരിയൽസും ഡിസൈൻ ചെയ്തിരിക്കുന്നത് കുട്ടികളുടെ ഫ്യൂച്ചർ ലേണിംഗിന് വേണ്ടിയിട്ടാണ്. കുട്ടികൾക്ക് ഭാവിയിൽ കുറെ കാര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഓരോ മെറ്റീരിയൽസും എന്ത് ചെയ്തിരിക്കുന്നത്, ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അടുത്ത പോയിന്റ്, the materials begin as concrete expressions of an idea and gradually become more abstract. അതായത് എല്ലാ മെറ്റീരിയൽസും ഓരോരോ ഐഡിയയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാ പറയുന്നത്. അതായത് ഒരു മെറ്റീരിയലിന് ഒരു മീനിങ് ഉണ്ട്, ഒരു അർത്ഥമുണ്ട്, അത് ഒരു ആശയം അല്ലെങ്കിൽ ഐഡിയയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഏതെങ്കിലും ഒരു മെറ്റീരിയലിനെ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നു, പല കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഐഡിയയുമായി ഇത് റിലേറ്റഡ് ആണെന്ന് പറയുന്നത്. ഓക്കെ, then last one, Montessori materials are designed for auto education and the control of error lies in the materials themselves rather than in the teacher. The control of error guides the child in his use of materials and allows him to recognize his sound mistake. അതുപോലെ തന്നെ മോണ്ടിസോറി സാമഗ്രികൾ ഉപയോഗിക്കുന്നതിലൂടെ എന്താണ്, അതായത് മോണ്ടിസോറിയുടെ മെറ്റീരിയൽസ് ഒക്കെ ഉപയോഗിക്കുന്നതിലൂടെ കുട്ടികൾക്ക് ഓട്ടോ എഡ്യൂക്കേഷൻ സാധ്യമാകുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ കുട്ടികള് എന്താ പറയാ, സ്വന്തം തെറ്റുകള് മനസ്സിലാക്കാനായിട്ട് കുട്ടികൾക്ക് ഈ ആക്ടിവിറ്റീസിലൂടെ സാധിക്കുന്നു എന്നുകൂടി എന്ത് പറയുന്നുണ്ട്, ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ലാസ്റ്റത്തൊന്നുകൂടി പറയോ? ലാസ്റ്റത്തെ അതായത് മോണ്ടിസോറി സാമഗ്രികൾ ഉപയോഗിക്കുന്നതിലൂടെ, അതായത് ഇങ്ങനെയുള്ള മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നതിലൂടെ കുട്ടികൾക്ക് ഓട്ടോ എഡ്യൂക്കേഷൻ, സ്വയം തന്നെ കുട്ടികൾ പഠിക്കുന്നു. അതുപോലെ തന്നെ സ്വന്തം തെറ്റുകൾ, അതായത് ഓരോരോ മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നതിലൂടെ സ്വന്തം തെറ്റുകൾ തിരുത്താനായിട്ട് അവർക്ക് സാധിക്കും. അതാണ് ലാസ്റ്റ് കേട്ടോ. ഓക്കെ, ഇനി പേജ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ദ ഫോളോവിങ് പോയിന്റ്സ് തുടങ്ങി ഇൻ ദ ഗ്രേസ് ആൻഡ് കർട്ടസി വരെ വായിച്ചു നോക്കുക.
മൊഡ്യൂൾ 3 ആണ് കേട്ടോ. പാർട്ട് 1 മൊഡ്യൂൾ 3 പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ. വായിച്ചു കഴിഞ്ഞോ? റീഡ് ചെയ്തോ? ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നല്ലേ. The following points also must be taken into consideration while preparing the materials for the Montessori practical life area materials. അപ്പൊ നമുക്ക് താഴെ കുറച്ച് പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് മോണ്ടിസോറി മെറ്റീരിയൽസ് പ്രിപ്പയർ ചെയ്യുന്നത്, എങ്ങനെയാണ് ഇതിന്റെ തുടക്കം എന്നൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇങ്ങനെയുള്ളതായിരിക്കണം മെറ്റീരിയൽസ്. ഫസ്റ്റ് വൺ, മെറ്റീരിയൽസ് ആർ kept together in a small basket or on a tray. It should be grouped and kept together according to the level of development to which they correlate and must be taken from and returned to its original place. എന്താ പറഞ്ഞിരിക്കുന്നത് ഇവിടെ? മെറ്റീരിയൽസ് എന്ത് ചെയ്തിരിക്കണം? മെറ്റീരിയൽസ് ഒന്നെങ്കിൽ സ്മോൾ ബാസ്ക്കറ്റിലോ അല്ലെങ്കിൽ ട്രേയിലോ ഒക്കെ ആയിട്ട് അടുക്കി വെച്ചേക്കായിരിക്കുന്നതാണ്. ഒന്നെങ്കിൽ സ്മോൾ ബാസ്ക്കറ്റിലായിരിക്കണം, അല്ലെങ്കിൽ ഒരു ട്രേയിൽ അത് അടുക്കി വെച്ചിട്ടുണ്ടാവണം അല്ലെ. പിന്നെന്താ പറയുന്നേ? അത് എടുത്തതിന് ശേഷം അതാത് സ്ഥാനത്ത് തന്നെ തിരിച്ചു വെക്കണം, റിട്ടേൺ ചെയ്ത് വെക്കണം. അതിനുവേണ്ടിയാണ് ആ സ്മോൾ ബാസ്ക്കറ്റും ട്രേയും അറേഞ്ച് ചെയ്തേക്കുന്നത്. അതെ, അത് ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നത്. അതായത് മെറ്റീരിയൽസ് നമ്മളിപ്പോ മോണ്ടിസോറി ക്ലാസ് റൂമില് മെറ്റീരിയൽസ് കുട്ടീനോട് നമ്മൾ പറയാണ്, പോയി എടുക്കാനായിട്ട് പറയാണ്. കുട്ടി അത് എടുക്കുന്നു, ആക്ടിവിറ്റീസ് ചെയ്യുന്നു, തിരിച്ച് അതേ സ്ഥലത്ത് തന്നെ കൊണ്ടുവയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ സഹായിക്കുന്നതാണ് എന്ത് ട്രേയും അതുപോലെ തന്നെ ബാസ്ക്കറ്റും ഒക്കെ. അപ്പൊ പ്രത്യേക കാര്യം എന്ന് പറഞ്ഞാല് നമ്മള് മെറ്റീരിയൽസ് നമ്മൾ എടുക്കുമ്പോൾ കൃത്യമായിട്ട് അത് എന്ത് ചെയ്യണം, അവിടെ തന്നെ പ്ലേസ് ചെയ്തിരിക്കണം.
ഓക്കെ. രണ്ടാമത്തെ പോയിന്റ്, മെറ്റീരിയൽസ് ആർ കെപ്റ്റ് വിത്തിൻ ദെയർ റീച്ച്. എന്താ പറയുന്നത് അവിടെ? രണ്ടാമത്തെ പോയിന്റിൽ എന്താ പറയുന്നത്? കുട്ടികൾക്ക് എത്തിപ്പിടിക്കാൻ പാകത്തിനുള്ള സ്ഥലത്തായിരിക്കും മെറ്റീരിയൽസ് ഒക്കെ വെച്ചിട്ടുണ്ടാവുക. അതായത് കുട്ടികളുടെ കൈ എത്തിപ്പിടിക്കാൻ പാകത്തിനുള്ള ആ ഒരു സ്ഥലത്തായിരിക്കും മെറ്റീരിയൽസ് വെക്കേണ്ടത്. അതാണ് പറയുന്നത്. കുട്ടികൾക്ക് നമുക്കറിയാമല്ലോ, അതായത് ഈ 5-6 വയസ്സുള്ള കുട്ടികൾക്ക് എത്ര ഹൈറ്റ് കൂടുമെന്ന്, എത്ര ഹൈറ്റ് ഉണ്ടാവും എന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. എല്ലാവർക്കും ഒരേപോലെ തന്നെയുള്ള ഹൈറ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ ആ കുട്ടികളുടെ പൊക്കത്തിനനുസരിച്ച് അല്ലെങ്കിൽ അവർക്ക് കയ്യെത്തി പിടിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള രീതിയിലായിരിക്കണം മെറ്റീരിയൽസ് അറേഞ്ച് ചെയ്യേണ്ടത്. ഭയങ്കര താഴ്ത്താവാനോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് മുകളിലാവാനോ പാടില്ലെന്ന് ഇവിടെ പ്രത്യേകം പറയുന്നു. ഓക്കെ. മൂന്നാമത്തേത്, മസ്റ്റ് ബി ഓഫ് ദ റൈറ്റ് സൈസ്, വെയിറ്റ്, ക്ലീൻ ആൻഡ് ഇൻടാക്ട്. അതായത് ശരിയായിട്ടുള്ള വലിപ്പത്തിൽ ഉള്ളതായിരിക്കണം. ഓക്കെ. സൈസ് ശരിയായിട്ടുള്ള വലിപ്പമായിരിക്കണം. അവരുടെ കൈകളിൽ ഒതുങ്ങുന്ന രീതിയിലുള്ള വലിപ്പമായിരിക്കണം. പിന്നെ വെയിറ്റ്, കുട്ടികൾക്ക് ഇത്ര വെയിറ്റ് പൊക്കാൻ പറ്റുള്ളൂ നമുക്ക് ഏകദേശം അറിയാൻ പറ്റും അല്ലെ. അപ്പൊ കുട്ടികൾക്ക് എന്താണ് പിടിക്കാൻ പറ്റുന്ന വെയിറ്റിലുള്ളതായിരിക്കണം മെറ്റീരിയൽസ്. പിന്നെ ക്ലീൻ ആയിരിക്കണം. മെറ്റീരിയൽസിന്റെ പ്രത്യേകത, എല്ലാ മെറ്റീരിയൽസും ക്ലീൻ ആയിട്ടായിരിക്കണം നമുക്ക് സൂക്ഷിക്കേണ്ടത്. പിന്നെ ഇൻടാക്ട്, വൂൾ ആയിരിക്കണം. ഇൻടാക്ടിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വൂൾ, WHOLD, വൂൾ, അതായിരിക്കണം എന്ന് ഇവിടെ പ്രത്യേകിച്ച് പറയുന്നുണ്ട്. നാലാമത്തെ പോയിന്റ്, ആർ എക്സാക്ട് അമംഗ് themselves with expectation of the variable quality which they possess. പിന്നെ ഇവിടെ പറയുന്ന ഒരു കാര്യം, ഓരോ കുട്ടിയുടെയും മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാല് എക്സാക്ട് സിമിലർ ആയിരിക്കണം. എല്ലാ കുട്ടികൾക്കും കൊടുക്കേണ്ട മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ഒരേപോലെ ഉള്ളതായിരിക്കണം. എന്താണ് അങ്ങനെ പറയുന്നത് ഇവിടെ? സിമിലർ ആയിരിക്കണം എന്ന് പറയുന്നത് എന്താണ് അങ്ങനെ പറയുന്നത്? സിമിലർ ആയിരിക്കാനായിട്ട് പറയുന്നതിന് വേണ്ടിയിട്ടാണ്. അത് ഒരു കുട്ടിക്ക് ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ക്യൂബ്സിന്റെ അളവ് പല ടൈപ്പിൽ കൊടുത്തു കഴിഞ്ഞാൽ പലരും പല ടൈപ്പിലായിരിക്കുമല്ലോ ചെയ്യണത്. അപ്പൊ അത് ഒരുപോലെ ആയി അവർക്ക് വർക്ക് ചെയ്ത് വരാനായിരിക്കും ഒരേപോലത്തെ കൊടുക്കാൻ പറയുന്നത്. അതെ, അതായത് ഒരാൾക്ക് ഇപ്പൊ എല്ലാവർക്കും സിമിലർ ആയിട്ടാണ് കൊടുക്കേണ്ടത്. പലർക്കും പല രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്കിടയിൽ സംസാരം ഉണ്ടാവും അല്ലെ. അവന് നല്ലത് കൊടുത്തു അല്ലെങ്കിൽ എനിക്ക് ചീത്ത തന്നു, അങ്ങനെയുള്ള സംസാരങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ കുട്ടികൾക്കും ഒരേപോലെയുള്ള മെറ്റീരിയൽസ് കൊടുക്കണം എന്ന് പറയും. ഓക്കെ. ഇപ്പോ നമ്മള് ഇപ്പൊ ഒരു 5 കുട്ടികൾക്ക് മഞ്ച് കൊടുക്കുകയാണ്. ഓക്കെ, 5 കുട്ടികൾക്ക് മഞ്ച് കൊടുത്തു. ബാക്കി 3 കുട്ടികൾ അവിടെ ഇരിക്കുകയാണ്. അവർക്ക് നമ്മള് ഡയറി മിൽക്കിന്റെ സിൽക്ക് കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ അവർക്കിടയിൽ എന്താണ് സംസാരം ഉണ്ടാവുക? എന്താ ഉണ്ടാവുക? തീർച്ചയായിട്ടും ഉണ്ടാവും മിസ്സേ. കാരണം ഡയറി മിൽക്കിൽ നല്ല വെയിറ്റ് ഉള്ള സാധനം, നല്ല ടേസ്റ്റ് കൂടുതലുള്ള സാധനം അല്ലേ. അപ്പൊ എന്തായാലും അവര് പറയും എനിക്ക് നല്ല സാധനം കിട്ടിയെന്ന് പറയും. അത് തന്നെ, എനിക്ക് നല്ലത് കിട്ടി, അവർക്ക് ചീത്ത കിട്ടി എന്നൊക്കെ ഉള്ളൊരു ഇത്. അപ്പൊ എല്ലാരും കുട്ടികൾ നോക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും അവർ നോക്കും, എനിക്ക് എങ്ങനെയാണ് കിട്ടിയത്, അവൻ എങ്ങനെയാണ് കിട്ടിയതെന്ന് നോക്കും. അപ്പൊ ആ ഒരു ഡിഫറൻസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് കൊടുക്കുന്ന മെറ്റീരിയൽസ് എന്ന് പറയുന്നത് സിമിലർ ആയിട്ടുള്ളതായിരിക്കണം എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഷുഡ് ബി ലിമിറ്റഡ് ഇൻ ക്വാണ്ടിറ്റി. അതുപോലെ തന്നെ ക്വാണ്ടിറ്റി ലിമിറ്റഡ് ഉണ്ടായിരിക്കണം. അതായത് നമ്മൾ കുറെ സാധനങ്ങൾ കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിനൊരു വില ഉണ്ടാവില്ല, വാല്യൂ ഉണ്ടാവില്ല. എപ്പോഴും നമ്മൾ അതിന്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ലിമിറ്റഡ് ആയിട്ടായിരിക്കണം കൊടുക്കുക. കുറെ അധികം സാധനങ്ങൾ ഒരു കുട്ടിക്ക് കൊടുത്തു കഴിഞ്ഞാല് ആ കുട്ടിക്ക് അതിന് വാല്യൂ ഉണ്ടാവോ? നശിപ്പിച്ച് കളയാൻ നോക്കില്ലേ? വാല്യൂ ഉണ്ടാവോ? ഇല്ല. നമ്മുടെ വീട്ടിൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമുക്ക് കുറെ അധികം സാധനങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് അതിനൊരു വാല്യൂ ഉണ്ടാവില്ല. മറിച്ച് അത് ആവശ്യത്തിനാണ് കൊടുക്കുന്നതെങ്കിൽ അവിടെ വാല്യൂ ഉണ്ടാവുന്നതാണ്. അപ്പോ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ലിമിറ്റഡ് ആയിരിക്കണം. Then 6th point, are available to the child at the time he prefers to perform them, for they are the means for him to become normalized. പിന്നെ നമ്മള് ഈ കുട്ടികൾക്ക് ഇത് ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് കൊടുക്കുമ്പോൾ അതിലൂടെ കുട്ടികൾക്ക് പോസിറ്റീവ് ക്വാളിറ്റീസ് ആണ് ഉണ്ടാവുന്നത്. പിന്നെ കുട്ടികൾക്ക് ചിലപ്പോ ഒരു പ്രാവശ്യം നമ്മൾ ഒരു ആക്ടിവിറ്റീസ് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കുട്ടി പഠിക്കണം എന്നില്ല. നമ്മൾ നിർബന്ധം പിടിക്കാൻ പാടില്ല.
പല കുട്ടികളും പല രീതിയിലുള്ളവരാണ്, പല എന്താ പറയാ ക്യാരക്ടറാണ് പല കുട്ടികൾക്കുള്ളത്. അവരുടെ കപ്പാസിറ്റി ലെവൽ വേറെയാണ്, പഠിച്ചെടുക്കാനുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ ഡിഫറെന്റ് ആണ് ഓരോരുത്തരിലും. അപ്പൊ ചിലപ്പോ ഒരു കുട്ടി ഒരു പ്രാവശ്യം കാണിച്ചു കൊടുത്താൽ പെട്ടെന്ന് പഠിച്ചിട്ടിരിക്കാം. പക്ഷെ വേറൊരു കുട്ടിയാണെങ്കിൽ അത് 2, 3, 4 പ്രാവശ്യം കാണിച്ചു കൊടുത്തിട്ട് അതിന് മനസ്സിലാവുന്നില്ല എങ്കിൽ നമ്മൾ ഒരിക്കലും അവരെന്ത് ചെയ്യാൻ പാടില്ല, കമ്പൽ ചെയ്യാൻ പാടില്ല, നിർബന്ധിക്കാൻ പാടില്ല. ഇപ്പൊ തന്നെ നീ പഠിച്ചു തീർക്കണം എന്ന് പറയാനായിട്ട് പാടില്ല. 2, 3 പ്രാവശ്യം തെറ്റ് വരുത്തിയതിന് ശേഷം ആ കുട്ടിയെ കൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് ആക്ടിവിറ്റീസ് ചെയ്യിപ്പിച്ച് ആ കുട്ടി അത് ശരിയാകുന്നത് വരെ ആ കുട്ടിയെ കൊണ്ട് ട്രൈ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് 6 പോയിന്റ് എന്ന് പറയുന്നത് കേട്ടോ മെറ്റീരിയൽസിനെ കുറിച്ച്. ക്ലിയർ ആണോ? മനസ്സിലായോ? ഓക്കെ, ഇനി എക്സസൈസ് ഗ്രൂപ്പ്സ്, അതായത് പ്രാക്ടിക്കൽ ലൈഫ് എക്സസൈസ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു 4 ഡിഫറെന്റ് ഗ്രൂപ്പ്സ്. ഡിവൈഡഡിന്റെ അവിടെ സ്പെല്ലിംഗ് ഒക്കെ തെറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഡിവൈഡഡ് അറിയാലോ, DIVIDED ആണ് കേട്ടോ, അതൊക്കെ ഒന്ന് തിരുത്തുക. പ്രാക്ടിക്കൽ ലൈഫ് എക്സസൈസിനെ നമുക്ക് 4 ഡിഫറെന്റ് ഗ്രൂപ്പ് ആയിട്ട് തിരിക്കാം. അതിനകത്ത് ഫസ്റ്റ് 1 ആണ് പ്രിലിമിനറി ഇൻട്രൊഡക്ടറി ആപ്ലിക്കേഷൻ, ആൻഡ് ദെൻ രണ്ടാമത്തേതാണ് അപ്ലൈഡ് ആപ്ലിക്കേഷൻ കെയർ ഓഫ് എൻവയോൺമെന്റ്, ആൻഡ് മൂന്നാമത്തേതാണ് കെയർ ഓഫ് സെൽഫ് ആൻഡ് ഗ്രേസ് ആൻഡ് കർട്ടസി. Then fourth one in the grace and courtesy ഇവിടെ കൊടുത്തിട്ടുണ്ട് സെൽഫ് എക്സസൈസ്. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇവിടെ പറയുന്നതെന്ന് നോക്കാം. ഇത് പ്രിലിമിനറി എക്സസൈസ്, അതായത് എക്സസൈസുകൾ നമുക്ക് 4 ആയിട്ട് തിരിക്കാം. അതിനകത്ത് ആദ്യത്തേതാണ് പ്രിലിമിനറി എക്സസൈസ്. അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ വരുന്നു നോക്കാം. The child learns the basic movement of all societies such as pouring, folding and carrying. അതായത് കുട്ടികൾക്ക് നമ്മൾ ആദ്യം കൊടുക്കുന്ന എക്സസൈസ് ആണ് പ്രിലിമിനറി എക്സസൈസ് എന്ന് പറയുന്നത്. അതായത് ഫസ്റ്റ് ഘട്ടത്തിൽ ആദ്യം കൊടുക്കുന്നത്, ഏറ്റവും ആദ്യം കൊടുക്കുന്ന എക്സസൈസുകൾ. അത് അതിനകത്ത് ചില എക്സസൈസുകൾ വരുന്നുണ്ട്. അത് പോറിംഗ് വരാം. പോറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പകർത്തുന്നത്. ചിലപ്പോൾ അത് വെള്ളമാവാം, അല്ലെങ്കിൽ ധാന്യങ്ങൾ പൾസസ് ആകാം. ഇതൊക്കെ നമുക്ക് പോറിംഗിൽ വരാം. അതുപോലെ തന്നെ ഫോൾഡിങ്, അതായത് മടക്കുന്നത്, നിവർത്തുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ തുണി എന്ത് ചെയ്യാണ്, മടക്കുന്നു, അത് നിവർത്തുന്നു. അങ്ങനെയുള്ള ഫോൾഡിങ് ആൻഡ് അൺഫോൾഡിങ് ഉണ്ടല്ലോ, ആ ഒരു ആക്ടിവിറ്റി. ക്യാരിയിങ്, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സാധനങ്ങൾ ചുമന്നു കൊണ്ടുപോകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ, ക്യാരിയിങ് എന്ന് പറയാം. അപ്പോ ഇത്തരം ആക്ടിവിറ്റികളാണ് കുട്ടികൾക്ക് എന്ത് കൊടുക്കുക, ആദ്യം നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് കേട്ടോ. രണ്ടാമത്തത് ഇൻ ദ അപ്ലൈഡ് എക്സസൈസ്, the child learns about the care and maintenance that helps everyday life. These activities are, for example, the care of the environment. അതായത് രണ്ടാമത്തെ തലത്തിലുള്ള എക്സസൈസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് കൊടുക്കുക, അതായത് അവര് കെയർ ഓഫ് എൻവയോൺമെന്റിനെ എങ്ങനെയാണ് അവർ കെയർ ചെയ്യുന്നത്. ഇപ്പൊ അവര് പൂന്തോട്ടം പരിപാലിക്കുന്നു, ഗാർഡനിങ് ചെയ്യുന്നു, അതുപോലെ തന്നെ ചുറ്റുപാടുമുള്ള കാര്യങ്ങൾ വൃത്തിയാക്കുന്നു, ചുറ്റുപാട് വീടിന് ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ വൃത്തിയാക്കുന്നു. ഇതൊക്കെ എന്താണ്, കെയർ ഓഫ് എൻവയോൺമെന്റുമായിട്ട് വരുന്നത്. ഓക്കെ, നമ്മുടെ ചുറ്റുപാടുകൾ ശ്രദ്ധിക്കുന്നു, ഗാർഡനിങ് ചെയ്യുന്നു, വീട്ടുമുറ്റം വൃത്തിയാക്കുന്നു. ഇതൊക്കെ രണ്ടാമത്തേതായിട്ട് അപ്ലൈഡ് എക്സസൈസ് ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. മൂന്നാമത്തേത് എന്ന് പറഞ്ഞാൽ ഇൻ ദ കേസ് ഓഫ് സെൽഫ് എക്സസൈസ്, a child learns to do activities related to personal hygiene, brushing, combing, etc. അതായത് സെൽഫ് കെയർ കൊടുക്കുന്നതാണ് മൂന്നാമത്തേത്. അവരവനെ തന്നെ എന്താ പറയാ കെയർ ചെയ്യുന്നു. അവരവനെ തന്നെ കെയർ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് പേഴ്സണൽ ഹൈജീൻ ആയിട്ട് ബന്ധപ്പെട്ടതാണ്, ബ്രഷിങ്ങുമായിട്ട് ബന്ധപ്പെടുന്നു, അതുപോലെ കോംബിങ്. ഇതൊക്കെ എന്താണ്, പേഴ്സണൽ കെയറുമായി ബന്ധപ്പെട്ടിട്ട് കൊടുക്കാവുന്ന ആക്ടിവിറ്റീസ് ആണ്. ലാസ്റ്റ് വൺ ഇൻ ദ ഗ്രേസ് ആൻഡ് കർട്ടസി എക്സസൈസ്. The children work on the interactions of people to people. അതായത് ആളുകളോട് എങ്ങനെയാണ് കുട്ടികൾ പെരുമാറേണ്ടത്, എങ്ങനെയാണ് ഇപ്പൊ ഒരാളെ വെൽക്കം ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഒരാൾക്ക് എന്താ പറയാ നമസ്കാരം പറയേണ്ടത്, എങ്ങനെയാണ് ഒരാളോട് എങ്ങനെ നമുക്ക് ചോദിക്കാം, ഞാൻ അകത്തോട്ട് പ്രവേശിച്ചോട്ടെ, ഞാൻ ക്ലാസ് റൂമിൽ വന്നോട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിക്കില്ലേ, മേ ഐ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കില്ലേ, അതിനെയാണ് ഗ്രേസ് ആൻഡ് കർട്ടസി എക്സസൈസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ സാമാന്യമായിട്ട് നമ്മൾ പാലിക്കേണ്ട മര്യാദകളെയാണ് നാലാമത്തേതായിട്ട് കുട്ടിയെ നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ പ്രിലിമിനറി എക്സസൈസ് ചെയ്യിപ്പിക്കും, അതിനുശേഷം അപ്ലൈഡ് എക്സസൈസ്, ദെൻ സെൽഫ് എക്സസൈസ്, ദെൻ ഗ്രേസ് ആൻഡ് കർട്ടസി എക്സസൈസ്. ഓക്കെ, ക്ലിയർ ആണോ? മനസ്സിലായോ?
ഇവിടെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. In practical life activities, the child learns about his own movement and learns how to clarify his coordination. Through such activities, walking on the line, this exercise helps to develop the motor skills and the deftness of the child to know the correct usage of objects, daily life, and to take care of self. അതായത് പ്രാക്ടിക്കൽ ലൈഫ് ആക്ടിവിറ്റീസിൽ നമ്മൾ കുറെ കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. അതിനകത്ത് ഒന്നാണ് എങ്ങനെയാണ് കൃത്യമായിട്ട് ലൈനിലൂടെ വാക്ക് ചെയ്യാന്നുള്ളത്. അതായത് ലൈനായിട്ട് നമ്മളിപ്പോ അസംബ്ലിയിലൊക്കെ നിൽക്കുമ്പോൾ എങ്ങനെയാണ് കൃത്യമായിട്ട് വരിയായിട്ട് നിൽക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് കൂടുതൽ പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് സാധിക്കണം. ഓക്കെ, അതാണ് അവിടെ പറയുന്നത് കേട്ടോ. പിന്നെ റീസൺസ് ഫോർ പ്രാക്ടിക്കൽ ലൈഫ് എക്സസൈസ് ആണ്. ഇത് ഞങ്ങൾക്ക് അസൈൻമെന്റ് ആയിട്ട് തരാം. എല്ലാവരെ കൊണ്ടും അസൈൻമെന്റ് തന്നെ ആയിട്ടാണ് ഞാൻ ഇത് ചെയ്യിച്ചിരിക്കുന്നത്. ഇത് വായിച്ചു നോക്കുക. റീസൺസ് ഫോർ പ്രാക്ടിക്കൽ ലൈഫ് എക്സസൈസ് വായിച്ചു നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ ഒരു 5 സെന്റൻസിൽ അസൈൻമെന്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യാം. കേട്ടോ? ക്ലിയർ ആണോ? മാം ആ 4 പോയിന്റ്സിലെ അത് ഒരിക്കൽ കൂടി പറയാമോ? ഏത് 4 പോയിന്റ്സാ? ഇതിന് കുറച്ച് മുകളിലുണ്ടായിരുന്നു. ഇതാണോ? ഇല്ല മാം. പ്രിലിമിനറി എക്സസൈസ് എന്ന് പറഞ്ഞാല് നമ്മുടെ പോറിങ് വരും. അതായത് ഇപ്പോ വെള്ളം ജഗ്ഗിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് പകർത്തുന്ന കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ് അത്. പോറിങ് വരും, ഹോൾഡിങ് തുണി മടക്കുന്നത് വരും, അല്ലെങ്കിൽ നിവർത്തുന്നത്, അതുപോലെ ക്യാരിയിങ് ഒരു സാധനം മറ്റൊരു സ്ഥലത്തേക്ക് ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നതൊക്കെ പ്രിലിമിനറി എക്സസൈസിലാണ് വരുന്നത്. പിന്നെ അപ്ലൈഡ് എക്സസൈസ് ആവുമ്പോൾ കെയർ ഓഫ് എൻവയോൺമെന്റ്, എൻവയോൺമെന്റിനെ എങ്ങനെ കെയർ ചെയ്യിപ്പിക്കാം, കുട്ടികളെ കൊണ്ട് എങ്ങനെ നമ്മുടെ പരിസ്ഥിതി അല്ലെങ്കിൽ എൻവയോൺമെന്റിനെ കെയർ ചെയ്യാം. ഇപ്പോ പൂന്തോട്ടം നനയ്ക്കുക, അതുപോലെ തന്നെ വീട്ടുമുറ്റം വൃത്തിയാക്കുക, ഇതൊക്കെ എന്താണ് കെയർ ഓഫ് എൻവയോൺമെന്റുമായി ബന്ധപ്പെട്ടതാണ്. സെൽഫ് എക്സസൈസ്, ഇൻ ദ കേസ് ഓഫ് സെൽഫ് എക്സസൈസ് എന്ന് പറയുന്നത് സെൽഫ് കെയർ ചെയ്യുക. അതായത് നമ്മൾ നമ്മളുടേതായിട്ടുള്ള രീതിയിൽ, ഇപ്പൊ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾ സെൽഫ് കെയർ ചെയ്യാറില്ലേ? എങ്ങനെയാണ് സെൽഫ് കെയർ ചെയ്യുന്നത്? നിങ്ങൾ ഒന്ന് പറഞ്ഞേ, അപ്പൊ മനസ്സിലാവും കൂടുതൽ. ബ്രഷ് ചെയ്യാ, കോംബ് ചെയ്യാ, ക്ലീൻ ആയിട്ട് അതൊക്കെ നമ്മുടെ പേഴ്സണൽ ഹൈജീനുമായി ബന്ധപ്പെട്ട ബാത്ത് ചെയ്യുക, ബാത്തിങ്, അങ്ങനത്തെ ഒക്കെ എന്താണ് സെൽഫ് കെയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ലാസ്റ്റ് വൺ ഗ്രേസ് ആൻഡ് കേർട്ടസി എക്സസൈസ് എന്ന് പറഞ്ഞാല് നമ്മൾ എങ്ങനെയാണ് മറ്റുള്ളവരോട് പെരുമാറുന്നത്, മര്യാദകൾ എങ്ങനെയാണ്, മാനേഴ്സ് എങ്ങനെയാണ്, അതായത് നമ്മുടെ ഗുഡ് മാനേഴ്സ്, കോമൺ ആയിട്ടുള്ള മാനേഴ്സ് എങ്ങനെയാണ്, ആളുകളെ വെൽക്കം ചെയ്യുന്നത് എങ്ങനെയാണ്, ആളുകളോട് സംസാരിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ കീപ്പ് ചെയ്യണം. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് 4ാമത്തെ ഇതിൽ വരുന്നത്. ഓക്കെ, സജിത മനസ്സിലായോ? ക്ലിയർ ആണോ? ക്ലിയർ ആണ് മാം. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ, ഈ 3rd മൊഡ്യൂള് ക്ലാസ് റൂമിൽ ഇട്ടിട്ടുണ്ടോ? 3rd മൊഡ്യൂള് ക്ലാസ് റൂമിൽ ഇട്ടിട്ടില്ല എന്ന് തോന്നുന്നു. ഇട്ടിട്ടില്ല അല്ലേ? ഞാൻ പറഞ്ഞേക്കാം, ഇടാൻ പറഞ്ഞേക്കാം കേട്ടോ അവരോട്. മാം ഇപ്പൊ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. കണ്ടില്ല. ക്ലാസ് കയറിയപ്പോ ഇട്ടിട്ടുണ്ട്. ഇട്ടിട്ടുണ്ട് അല്ലേ? ഓക്കെ. എന്താണ് വേറെന്തോ പറഞ്ഞില്ല? ആരോ ഡൗട്ട് ഉണ്ടെന്നെന്തോ പറഞ്ഞല്ലോ? ഇല്ല. അപ്പൊ റീസൺസ് ഫോർ പ്രാക്ടിക്കൽ ലൈഫ് എക്സസൈസ് എന്ത് ചെയ്യാം? നിങ്ങൾ അസൈൻമെന്റ് ആയിട്ട് ചെയ്യാം. പിന്നെ വേറൊരു കാര്യം, നമ്മൾ ടെൻഡൻസീസ് ഓഫ് മാൻ എടുത്തല്ലോ. അപ്പൊ അതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടെൻഡൻസി ഏതാണോ അതിനെ കുറിച്ച് ഒരു 5 വേർഡ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യും. അതും ഒരു അസൈൻമെന്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യാം കേട്ടോ. 2 അസൈൻമെന്റ്, ഒന്ന് പ്രാക്ടിക്കൽ ലൈഫ് എക്സസൈസിനെ കുറിച്ചിട്ട് ഷോർട്ട് ആയിട്ട് എഴുതുക. 2ാമത്തേത് ടെൻഡൻസീസ് ഓഫ് മാൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ 14 ടെൻഡൻസീസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ടെൻഡൻസി ഏതാണ് അതിനെ കുറിച്ചിട്ട്, ആ ടെൻഡൻസി ഏതാണെന്ന് എഴുതിയിട്ട് അതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, ക്ലിയർ അല്ലേ? പ്രാക്ടിക്കൽ ലൈഫ് എക്സ്പീരിയൻസ് ടീച്ചർ എക്സസൈസസ്. ഓക്കെ. Reasons for practical life exercises. മിസ് ഇത് ക്ലാസ് റൂമിൽ ഇടില്ലേ അസൈൻമെന്റ്? ആ, ഇട്ടേക്കാം. 5 പോയിന്റ് പോലെ എഴുതിയാലും മതില്ലേ? 5 സെന്റൻസ് എഴുതിയാൽ മതി. 5 സെന്റൻസ്
5 പോയിന്റ് പോലെ എഴുതണോ അതോ സെന്റൻസ് പോലെ ഇങ്ങനെ അങ്ങനെയാണോ എഴുതണ്ടേന്ന് നമുക്ക് ചോദിച്ചത്. ഇഷ്ടം എങ്ങനെയാണെന്ന് വെച്ചാൽ എഴുതാം. പാരഗ്രാഫ് പോലെയാണ് അങ്ങനെ എഴുതാം, പോയിന്റ് ആയിട്ടാണെങ്കിൽ അങ്ങനെ എഴുതാം. ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി then അടുത്തത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്രാക്ടിക്കൽ ലൈഫ് എക്സസൈസസ്. സഹദുവിനെ ഒന്ന് റീഡ് ചെയ്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്തേ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്രാക്ടിക്കൽ ലൈഫ് എക്സസൈസസ്. സഹദുവിന് ഇല്ല ഇവിടെ, പോയോ? Because practical life experience exercise are meant to simulate everyday activities. ഈ പ്രാക്ടിക്കൽ ലൈഫ് എക്സസൈസ് എന്ന് പറയണത് അർത്ഥാക്കണം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ ദിവസത്തെയും ആക്ടിവിറ്റീസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇറ്റ് ഈസ് സിഗ്നിഫിക്കന്റ് ദാറ്റ് ഓൾ മെറ്റീരിയൽസ് ബി ഫെമിലിയർ, റിയൽ, ബ്രേക്കബിൾ ആൻഡ് ഫങ്ഷണൽ. ഇതെന്ന് പറയണത് ഫെമിലിയറുമാണ്, യാഥാർത്ഥ്യമുള്ളതുമാണ്, ബ്രേക്കബിളുമായിട്ടുള്ള ഇതാണിത്. The materials must also be related to the child time and culture. കുട്ടികളുടെ സമയവും അതുപോലെ തന്നെ കൾച്ചറുമായിട്ട് ബന്ധപ്പെടുത്തിയതാണ് ഈ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. In order to allow the child to fully finish the exercise and to therefore finish the fully cycle to activities, the materials must be outright. ഇതെന്ന് പറയണത് ഈ ആക്ടിവിറ്റീസ് ചിലപ്പോ കുട്ടികൾക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും. എനിക്കത് കറക്റ്റ് ആയിട്ട് മനസ്സിലായില്ല മാം. ചിലപ്പോ ചിലപ്പോ ഈ ആക്ടിവിറ്റീസ് ഒക്കെ ചിലപ്പോ കുട്ടികൾക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും, ചിലപ്പോ ഫിനിഷ് ചെയ്യാൻ പറ്റൂല. അങ്ങനെയാണ് ഉദ്ദേശിച്ചത് അത്. അതായത് അതെ, ചിലപ്പോ അതായത് നമ്മൾക്ക് ഒറ്റയടിക്ക്, ഞാൻ പറഞ്ഞല്ലോ ചില കുട്ടികൾക്ക് ഒറ്റയടിക്ക് ചിലപ്പോ കംപ്ലീറ്റ് ആക്കാനായിട്ട് പറ്റിയെന്ന് വരില്ല. അത് സമയം എടുത്ത് നമ്മള് കുട്ടികളെ കൊണ്ട് അത് കംപ്ലീറ്റ് ആക്കണം എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ. In the environment, the director may want to color code and materials as well as arrange the materials based on difficulties in order to expedite the classification and arrangement of the world by the children. ഈ മെറ്റീരിയൽസ് എന്ന് പറയുന്നതിന് ഒരു കളർ കോഡ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഒരു അറേഞ്ച്മെന്റ്സ് ഉണ്ടായിരിക്കും. പിന്നെ കുട്ടികൾക്ക് മനസ്സിലാക്കാതിരിക്കാന്നുള്ള പാകത്തിനല്ലായിരിക്കും ഇതിരിക്കണേ. ഇതെല്ലാം അറേഞ്ച് ചെയ്ത് ഒരു ഓർഡറിലായിരിക്കും ഈ മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടാവുക. കളർ കോഡ് ഉണ്ടാകും, അങ്ങനെയൊക്കെ. The attraction is also utmost importance in Montessori believed that the child must be offered what is most beautiful and pleasing to the eyes so as to help the child enter to a more refined as subtle world. മോണ്ടിസോറിയുടെ വിശ്വാസം അനുസരിച്ച് കുട്ടികളില് ഇതെന്ന് പറയണത്, ഈ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് കൂടുതൽ അട്രാക്റ്റഡ് ആയിട്ടുള്ളതായിരിക്കണം, അതുപോലെ തന്നെ ഭംഗിയുള്ളതുമായിരിക്കണം. കുട്ടികൾക്ക് അത് കാണുമ്പോൾ തന്നെ അതിനോടൊരു ഇൻട്രസ്റ്റ് അങ്ങനെയാണെന്ന് എനിക്കറിയില്ല കേട്ടാ. അങ്ങനെ ഒരു കണ്ണിനൊരു ഇത് വേണം, കുട്ടികൾക്ക് കാണുമ്പോൾ തന്നെ അത് എടുക്കണം, അതിനോട് പെരുമാറണം, അത് ആക്ടിവിറ്റീസ് ചെയ്യണം, അങ്ങനെ ഒരു തോട്ട് ഉണ്ടാവണം കുട്ടികൾക്ക്. അതുണ്ടാവും. അതായത് പ്രാക്ടിക്കൽസിന് വരുമ്പോൾ നിങ്ങൾക്ക് അത് നേരിട്ട് കാണുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണ് മെറ്റീരിയൽസ് ഒരുക്കിയിരിക്കുന്നത്, അതിന്റെ കളർ എങ്ങനെയാണ്. അതിന്റെ അട്രാക്ഷൻ എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് അതിന്റെ കളറും അതിന്റെ ഡിസൈനും ആണ്, അല്ലെ? എന്ത് കാര്യത്തിന്റെ ആയാലും നമ്മൾക്ക് കളറും ഡിസൈൻ എന്ന് പറയുന്നത് നമ്മളെ അട്രാക്ട് ചെയ്യുന്നതാണ്. അപ്പൊ കുട്ടികൾക്ക് ഇത് കാണുമ്പോൾ അവർക്കൊരു തോന്നൽ ഉണ്ടാകണം, ഇത് ചെയ്യണം എന്നുള്ളൊരു തോന്നൽ ഉണ്ടാകുന്ന രീതിയിലാണ് ഇതിന്റെ ഡിസൈനും കളറിങ്ങും ഒക്കെ വരും. ഓക്കെ ഓക്കെ, താങ്ക് യു സാധുന. നമുക്ക് അടുത്തതിലോട്ട് പോകാം. എക്സസൈസസ് ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് മോട്ടോർ സ്കിൽസ്. അപ്പോ നമ്മുടെ മോട്ടോർ സ്കിൽസ് അല്ലെങ്കിൽ നമ്മുടെ ഇത് സ്കിൽസ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ എക്സസൈസുകളാണ് കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുക? അപ്പൊ അതിനകത്ത് ആദ്യം വരുന്നത് ഇൻട്രഡക്ടറി എക്സസൈസ് ആണ്. കുട്ടികളെ കൊണ്ട് നമ്മൾ ആദ്യമേ തന്നെ വലിയ എക്സസൈസ് ഒന്നും ചെയ്യിപ്പിക്കില്ല, ചെറുതായിട്ട് സിമ്പിൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുക.
ഇതിനകത്ത് ഒന്ന് പറയുന്നത് റോളിംഗ് ആൻഡ് അൺറോളിംഗ് ആണ്. റോളിംഗ് ആൻഡ് അൺറോളിംഗ് എന്ന് പറയുമ്പോൾ ഒരു മാറ്റ് എടുക്കുക അല്ലെങ്കിൽ ഒരു പായ എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, അത് റോൾ ചെയ്യുക, അൺറോൾ ചെയ്യുക, അത് ചുരുട്ടുക അല്ലെങ്കിൽ നിവർത്തുക. നിങ്ങളുടെ വീട്ടിലൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവുള്ള മാറ്റ് ഉണ്ടോ? വീട്ടിൽ മാറ്റ് ഉണ്ടോ? അല്ലെങ്കിൽ പായ ഉണ്ടോ? ഉണ്ട്. അത് നിങ്ങൾ റോൾ കാർപ്പറ്റ്, അതുപോലെ തന്നെ ഈ ഗ്രാസിന്റെ ഇതുണ്ടല്ലോ, പായല്ല മറ്റേ ചവിട്ടിയില്ലേ, ഗ്രാസിന്റെ അത് ഇങ്ങനെ മടക്കാൻ പറ്റൂല, ഫോൾഡ് ചെയ്യാൻ പറ്റൂല. ഈ ഗ്രാസിന്റെ അതാണ് ഇവിടെ ഇട്ടാണ് ഫ്രണ്ടില്. അപ്പൊ അത് റോൾ ചെയ്തിട്ടാണ് മടക്കി അടിക്കണതൊക്കെ, മടക്കിയിട്ടാണ് പിന്നെ ആ ഭാഗമൊക്കെ അടിച്ചു പോണത്. അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യുമ്പോ പായ എടുക്കാം അല്ലെങ്കിൽ മാറ്റ് എടുക്കാം, അത് റോൾ ചെയ്യുക, അൺറോൾ ചെയ്യുക, അല്ലെങ്കിൽ കാർപ്പറ്റ് ആണെങ്കിൽ അത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് റോൾ ചെയ്യുക, അൺറോൾ ചെയ്യുക ചെയ്യാം. ഓക്കെ. അപ്പോ കുട്ടികൾക്ക്, പ്രത്യേകിച്ച് കുട്ടികൾക്ക് കൊടുക്കുന്ന മാറ്റ് ആണ് കുഞ്ഞുങ്ങൾക്ക് കയ്യിൽ ഒതുങ്ങുന്നത് അല്ലെങ്കിൽ അവർക്ക് ഈസി ആയിട്ട് പിടിക്കാൻ പറ്റുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ മാറ്റ് ആണ്. അപ്പൊ അതെങ്ങനെയാണ് റോൾ ചെയ്യേണ്ടത്, എങ്ങനെയാണ് അൺറോൾ ചെയ്യേണ്ടത് എന്നാണ് കുട്ടികളെ ആദ്യം പഠിപ്പിക്കുക. പിന്നെ എല്ലാത്തിലും പറയുന്നത് പോലെ തന്നെ മോണ്ടിസോറി മെറ്റീരിയൽസിന്, അതായത് നമ്മൾക്ക് ഒരു കാര്യം ചെയ്യുന്നതിന്, ആക്ടിവിറ്റീസ് ചെയ്യുന്നതിന് മോണ്ടിസോറി ക്ലാസ് റൂമിൽ നിർബന്ധമായിട്ട് മാറ്റ് ഉണ്ടാകണം. ഓരോരോ എക്സസൈസ് ചെയ്യിപ്പിക്കുന്നു. ചിലപ്പോൾ കുട്ടികളെ ടേബിളിലായിരിക്കാം ചിലപ്പോൾ ചെയ്യിപ്പിക്കുന്നത്, ടേബിളിന് മുകളിൽ മാറ്റ് വിരിക്കാം, അല്ലെങ്കിൽ തറയിലായിരിക്കാം കുട്ടികളെ ഇരുത്തുന്നത്, തറയിലിരുത്തുമ്പോൾ മാറ്റ് വിരിച്ചിട്ടാവാം എക്സസൈസ് ചെയ്യിപ്പിക്കുന്നത്. അപ്പം നിർബന്ധമായിട്ടുണ്ടായിരിക്കേണ്ട ഒരു മെറ്റീരിയൽ ആണ് മാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. രണ്ടാമത് സിറ്റിംഗ് ആൻഡ് സ്റ്റാൻഡിങ്, എങ്ങനെയാണ് ഇരിക്കേണ്ടത്, എങ്ങനെയാണ് എണീക്കേണ്ടത്, അത് കുട്ടികളെ കറക്റ്റ് പറഞ്ഞ് പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അതിനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കേണ്ടതാണ്. ദെൻ സി എന്ന് പറഞ്ഞാല് ക്യാരി, അതായത് ഒരു സ്ഥലത്ത് നിന്ന് ഒരു ചെയർ എടുത്തുകൊണ്ട് വരാനായിട്ട് കുട്ടികളോട് പറയുമ്പോൾ ആ സ്ഥലത്ത് അവൻ ചെന്നിട്ട് ആ ചെയർ എടുത്ത് പൊക്കി ടീച്ചർ പറയുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവരുന്നു. അതൊരു ചെയർ ആകാം അല്ലെങ്കിൽ ടേബിൾ ആകാം. ടേബിളൊക്കെ ആകുമ്പോൾ രണ്ട് കുട്ടികൾ ചേർന്നിട്ടാണ് പഠിക്കുക. അപ്പൊ അങ്ങനെയുള്ള എക്സസൈസിനെയാണ് നമ്മൾ ക്യാരിയിങ് എന്ന് പറയുന്നത്. ദെൻ ഡി ആണ് സ്പൂണിങ്. സ്പൂണിങ് എന്ന് പറഞ്ഞാല് നമ്മൾ 2 ബൗൾ എടുക്കുന്നു, അതിനകത്ത് നമ്മൾക്ക് ഇഷ്ടമുള്ള പൾസസ് എടുക്കാം, അല്ലെങ്കിൽ അരി എടുക്കാം, പഞ്ചസാര എടുക്കാം, എന്തോ ആയിക്കോട്ടെ. നമുക്ക് കൂടുതൽ പൾസസ് ആണ് കൊടുക്കുന്നത്, കടല, പയറ്, ചെറുപയറ്, പരിപ്പ്, അങ്ങനെയുള്ള പൾസസ് കുട്ടികൾക്ക് കൊടുത്തിട്ട് 2 ബൗള് കൊടുക്കും. ഈ ബൗളിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് 2 ബൗളും സെയിം ആയിട്ടുള്ള, അതായത് സെയിം സൈസിലുള്ള ബൗൾസ് ആയിരിക്കും കൊടുക്കുക. പിന്നെ ഒരു സ്പൂണ് കൊടുക്കും. എന്നിട്ട് ഒരു ബൗൾ, അതായത് നമ്മൾ ഈ ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ നിർബന്ധമായിട്ടും ട്രേ ഉണ്ടാകണം. ട്രേയിൽ 2 ബൗള് വെക്കുക, എന്നിട്ട് ഒരു ബൗളില് കടല ഇടുക. കടല, ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയുന്നതാണ്. ഒരു ബൗളിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഒരു ബൗളില് കടല ഇടാം. പൾസസ് കുട്ടികൾക്ക് കൊടുക്കുന്നതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് കുട്ടികള് ഇത് നമ്മൾ പകർത്തുമ്പോൾ, അതായത് ഒരു ബൗളിൽ നിന്ന് മറ്റൊരു ബൗളിലേക്ക് പകർത്തുന്നതിനെയാണ് സ്പൂണിങ് എന്ന് പറയുന്നത്. സ്പൂൺ ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഒരു ബൗളിൽ നിന്ന് മറ്റൊരു ബൗളിലേക്ക് കടല എന്ത് ചെയ്യുന്നു, പകർത്തുക ചെയ്യുക. അപ്പോ പൾസസ് ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അതിന്റെ ശബ്ദം കുട്ടികൾക്ക് കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്നതായിരിക്കും. ഓക്കെ. അപ്പൊ അതിനെ നമ്മൾ സ്പൂണിങ് എന്നാണ് പറയുന്നത്. ദെൻ പോറിങ് എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ ഒരു എന്താ പറയാ, നമ്മൾ വെള്ളം, ജഗ്ഗിൽ നിന്ന് വെള്ളം എന്ത് ചെയ്യുന്നു, ഗ്ലാസ്സിലേക്ക് പകർത്തുന്നതിനെയാണ് പോറിങ് എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ കിച്ചണിൽ, നമ്മൾ ബേസ് ആയിട്ട് ഇതൊക്കെ നോക്കിയാൽ നമ്മൾ കിച്ചണില് നമ്മൾ കുട്ടികളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കാറുണ്ട്. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, പോറിങ് ചെയ്യിപ്പിക്കാറുണ്ടോ നിങ്ങൾ കുഞ്ഞുങ്ങളെ കൊണ്ട്? വാട്ടർ ബോട്ടിൽ വെള്ളം നിറയ്ക്കാൻ പറയാറുണ്ടോ? ജഗ്ഗിൽ നിന്ന് വാട്ടർ ബോട്ടിലേക്ക് വെള്ളം നിറയ്ക്കാൻ പറയാറുണ്ട്. ഓക്കെ. പിന്നെ ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കുമല്ലോ, പലചരക്ക് സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരില്ലേ? അപ്പൊ കടല ഉണ്ടാവും, പയർ ഉണ്ടാവും, പരിപ്പ് ഉണ്ടാവും. അപ്പൊ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ബോട്ടിലില് ഇടാനായിട്ട് പറയാറുണ്ടോ കുഞ്ഞുങ്ങളോട്, നിറച്ചു വെക്കാനായിട്ട്? അതായത് ഓരോ ടിന്നുകൾ ഉണ്ടാവില്ലേ, പയറിന്റെ കടലയുടെ ഒക്കെ ടിന്ന് ഉണ്ടാവില്ലേ കിച്ചണില്, അതിനകത്തോട്ട് പകർത്താനായിട്ട് പറയാറുണ്ടോ കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വരുന്ന സാധനം? അപ്പൊ അതിനൊക്കെ അത് ഡ്രൈ പോറിംഗ് ആണ്. സാധാ പോറിംഗ് എന്ന് പറഞ്ഞാൽ വാട്ടർ നമ്മള് ഗ്ലാസ്സിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു വാട്ടർ ബോട്ടിലോട്ടോ പകർത്തുന്നതിനെയാണ് പോറിംഗ് എന്ന് പറയുന്നത്, വാട്ടർ പോറിംഗ് എന്ന് പറയുന്നത്. ഇനി ഡ്രൈ പോറിംഗ് എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ കടയിൽ നിന്ന് മേടിച്ചു കൊണ്ടുവരുന്ന സാധനങ്ങള് നമ്മൾ ഒരു ടിന്നിലേക്ക് ഇട്ട് വെക്കുന്നതിനെയാണ് ഡ്രൈ പോറിംഗ് എന്ന് പറയുന്നത്. അപ്പൊ 2 തരത്തിലുണ്ട്. ട്രാൻസ്ഫറിംഗ് എന്ന് പറഞ്ഞാല് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സാധനങ്ങൾ കൊണ്ടുപോകുന്നതിന് നമുക്ക് എന്ത് പറയാം, ട്രാൻസ്ഫറിംഗ് എന്ന് പറയാം.
അതാണ്. അപ്പൊ ആദ്യം കൊടുക്കുന്നത് ഇത്തരത്തിലുള്ള സിമ്പിൾ ആയിട്ടുള്ള എക്സസൈസ് ആണ് കുട്ടികൾക്ക് ആദ്യം കൊടുക്കുക. രണ്ടാമത് ഇതിന്റെയൊക്കെ ഫോട്ടോസ് ഞാൻ അടുത്ത ക്ലാസ്സിൽ കാണിച്ചു തരാം കേട്ടോ. രണ്ടാമത്തേത് ലേറ്റ് എക്സസൈസ് ആണ്. പിന്നീട് കൊടുക്കുന്ന എക്സസൈസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫോൾഡിങ് ആൻഡ് അൺഫോൾഡിങ്. കുഞ്ഞുങ്ങളെ കൊണ്ട് നിങ്ങൾ തുണിയൊക്കെ നിവർത്തി വെക്കാനും മടക്കാനും ഒക്കെ പറയാറുണ്ടോ? ഉണ്ട് അല്ലെ? അപ്പൊ അത് നമുക്ക് എന്ത് പറയാം? ഫോൾഡിങ് ആൻഡ് അൺഫോൾഡിങ്ങിൽ പറയാം. ഓക്കെ. ഫ്യൂസിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? പിഴിയുക എന്നാണ് പറയാ. പിഴിയുക. എന്തെങ്കിലും പിഴിയാനോ മറ്റൊക്കെ പറയാറുണ്ടോ? നാരങ്ങ വെള്ളം ഉണ്ടാക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാറുണ്ടോ? ഉണ്ട്. ഓക്കെ. ദെൻ ട്രാൻസ്ഫറിങ് എന്ന് പറഞ്ഞാല് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് സാധനങ്ങൾ കൊണ്ടുപോകുന്നത്. പിന്നെ പെഗ്ഗിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? പെഗ്ഗിങ് എന്താണ്? പെഗ്ഗിങ് അറിയാമോ? പെഗ്ഗിങ് ഞാൻ ഇതിന്റെ ഫോട്ടോ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഒന്നും കൂടി ക്ലിയർ ആവും. അത് ഞാൻ പറഞ്ഞുതരാം. ദെൻ സ്വീപ്പിംഗ് എന്ന് പറഞ്ഞാല് നമ്മള് എന്താ പറയാ, നമ്മുടെ ഫ്ലോർ ഒക്കെ ക്ലീൻ ചെയ്യുന്നത് സ്വീപ്പിംഗ് ആയിട്ട് വരാം. അപ്പൊ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് ഒക്കെ എന്ത് ചെയ്യാറുണ്ട്? കുട്ടികൾക്ക് കൊടുക്കാറുണ്ട്. ദെൻ ഡെവലപ്മെന്റ് ഓഫ് സ്വീപ്പിംഗ് എന്താണ്? തറയൊക്കെ തുടയ്ക്കും, തൂക്കുന്നത്, അതാണ് സ്വീപ്പിംഗ് കേട്ടോ. തറയൊക്കെ തൂക്കുന്നതാണ് സ്വീപ്പിംഗ്. അടുത്തതാണ് ത്രെഡിങ് ആൻഡ് ബെഡിങ്. ത്രെഡിങ് അതായത് കുഞ്ഞുങ്ങളെ കൊണ്ട് നമ്മള് നൂല് കൊണ്ട്, അതായത് മുത്ത് കോർക്കാനും അതുപോലെ തന്നെ അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ നമ്മൾ കൊടുക്കാറില്ലേ? മുത്ത് കോർക്കുക, അതുപോലെ തന്നെ നമ്മളിപ്പോ ഒരു കുഞ്ഞുങ്ങളെ കൊണ്ട് എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കിച്ചിട്ട് അതിന് എന്താ ചെയ്യാ, മുത്ത് പിടിപ്പിക്കുക എന്നൊക്കെ പറയില്ലേ? അങ്ങനത്തെ ഉള്ള ആക്ടിവിറ്റീസ് ആണ് ത്രെഡിങ് ആൻഡ് ബെഡിങ്ങിൽ വരുന്നത്. പിന്നെ കട്ടിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ ചെറിയ വെജിറ്റബിൾസ് കുഞ്ഞുങ്ങളെ കൊണ്ട് കട്ട് ചെയ്യാനായിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ പേസ്റ്റിംഗ് ആൻഡ് ഗ്ലൂയിങ് എന്ന് പറഞ്ഞാല് കുട്ടികളെ കൊണ്ട് പല പല സ്വീക്കൻസ് ഒക്കെ എടുത്തിട്ട് എന്ത് ചെയ്യാറുണ്ട്? ഗ്ലൂ ഉപയോഗിച്ച് ഒട്ടിച്ചു വെക്കാറുണ്ട്. അപ്പൊ അതിനെയാണ് അത് പറയുന്നത്. ഇതിന്റെയൊക്കെ ഫോട്ടോസ് കാണിച്ചിട്ട് അപ്പോഴോ കുറച്ചും കൂടി ക്ലിയർ ആവുക. ദെൻ വീവിങ് വരുന്നുണ്ട്. ഇതൊക്കെ എന്താണ്? പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് ആണ്. ഓക്കെ. Then responsibility of environment. Exercises to teach the child the right use of objects and their care. പിന്നെ അതുപോലെ തന്നെ എൻവയോൺമെന്റിനെ നമ്മുടെ ചുറ്റുപാടുകളെ കൂടുതൽ ഉത്തരവാദിത്തമുള്ളതാകാനായിട്ട് എന്തൊക്കെ എക്സസൈസ് ആണ് കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ്. ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗിൽ വരുന്നത് ഡോർസ് എങ്ങനെ ഓപ്പൺ ചെയ്യാം, ക്ലോസ് ചെയ്യാം എന്ന് കുട്ടികളെ പഠിപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ ഡ്രോയേഴ്സ് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യേണ്ടതും ക്ലോസ് ചെയ്യേണ്ടത്, കബോർഡ്സുകള്, കേസസ് ആൻഡ് ചെസ്റ്റ്, അതുപോലെ തന്നെ വിൻഡോസ് ആൻഡ് ഷട്ടേഴ്സ്, ടാപ്പുകള്, സ്ക്രൂ ടോപ്പ് ബോട്ടിൽ ആൻഡ് ജാർസ്, ബോക്സസ് വിത്ത് റിമൂവബിൾ ലിഡ്സ് ആൻഡ് ഹിംഗഡ് ലിഡ്, കീ, ലറ്റ്യൂസ്, പാഡ്ലോക്സ്, കോമ്പിനേഷൻ ലോക്സ്, ബോൾട്ട് ആൻഡ് ചെയിൻസ്. ഈ ലറ്റ്യൂസ് എന്ന് പറയുന്നത് കുറ്റിക്കൊളുത്തിനെയാണ് കേട്ടോ പറയുന്നത്. ജനലിലൊക്കെ ഉള്ള കുറ്റിക്കൊളുത്തിനെയാണ് ലറ്റ്യൂസ് എന്ന് പറയുന്നത്. പാഡ്ലോക്ക് എന്ന് പറയുന്നത് ലോക്കുകളാണ് കേട്ടോ. അപ്പൊ പലതരത്തിലുള്ള, അതായത് ഇപ്പൊ നിങ്ങള് ഒരു ബോക്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോ ചില ബോക്സുകളിൽ എന്താ പറയാ ലിഡുകൾ ഉണ്ടാവാം അല്ലെ? അതായത് നമുക്ക് ഹാങ്ങഡ് ആയിട്ട് കിടക്കുന്ന ലിഡുകൾ ഉണ്ടാവാം, അല്ലാത്തത് ഉണ്ടാവാം. അതെങ്ങനെയാണ് കുട്ടികളെ കൊണ്ട് ഓപ്പൺ ചെയ്യിപ്പിക്കേണ്ടത്, തുറക്കേണ്ടത്. അതുപോലെ കുറ്റിക്കൊളുത്തുകൾ എങ്ങനെയാണ്, ജനലിനൊക്കെ ഉള്ള വിൻഡോസിനൊക്കെ ഉള്ള കുറ്റിക്കൊളുത്തുകൾ എങ്ങനെയാണ് ഓപ്പൺ ചെയ്യേണ്ടത്, പാഡ്ലോക്കുകള്, അതുപോലെ തന്നെ ചെയിനുകള്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ ഓപ്പൺ ചെയ്യാം, ക്ലോസ് ചെയ്യാം എന്നാണ് കുട്ടികളെ കൊണ്ട് നമ്മള് പറഞ്ഞു കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഓക്കെ ആണോ? Yes, ma'am. പിന്നെ അറേഞ്ചിങ്, എങ്ങനെയാണ് അറേഞ്ച് ചെയ്ത് വെക്കേണ്ടത്? ഇപ്പൊ ടേബിൾ എങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കാം ക്ലാസ് റൂമില്, ചെയറുകൾ എങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കാം, മറ്റ് ക്ലാസ് റൂം ഒബ്ജക്ട് എങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കാം, അതൊക്കെ എന്താണ് നമ്മള് കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കണം അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കേണ്ടതാണ്. ഓക്കെ. പിന്നെ ക്ലീനിങ് ആൻഡ് സ്ക്രബിങ്. ടേബിൾ എങ്ങനെ ക്ലീൻ ചെയ്യാം, സ്ക്രബ് ചെയ്യാം. പിന്നെ ചെയർസ് എങ്ങനെ ക്ലീൻ ചെയ്യാം, ബ്ലാക്ക് ബോർഡ് എങ്ങനെ നമുക്ക് ക്ലീൻ ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. പിന്നെ ഡസ്റ്റിംഗ് എന്താണ്, പോളിഷിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടത്,
കെയർ ഓഫ് ഫ്ലോർ, എങ്ങനെയാണ് ഫ്ലോർ കെയർ ചെയ്യേണ്ടത്, ബുക്സ് എങ്ങനെ കെയർ ചെയ്യണം, കിച്ചൺ ആക്ടിവിറ്റീസ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, അയണിങ് എങ്ങനെ ചെയ്യാം, ലുക്കിംഗ് ആഫ്റ്റർ ദ പെറ്റ്സ് ആൻഡ് പ്ലാന്റ്സ്, പെറ്റ്സിനെയും പ്ലാന്റ്സിനെയും എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ പരിപാലിക്കാം, ഇതൊക്കെ എന്താണ് ഇതിനകത്ത് കേട്ടോ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഞാൻ ഫോട്ടോസ് കൊണ്ടുവരാൻ നോക്കാം, അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആവുന്നതായിരിക്കും. ആക്ടിവിറ്റീസിന്റെ ഫോട്ടോസ് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പോ ഞാൻ ഇതിനകത്ത് പറയുന്ന ആളുകള് അടുത്ത ക്ലാസ്സിൽ ആക്ടിവിറ്റി ചെയ്യാനായിട്ട് തയ്യാറായിട്ട് വരിക. ഓക്കെ, പറഞ്ഞോട്ടെ. ഓക്കെ മാം. ആക്ടിവിറ്റി പറഞ്ഞോട്ടെ. ഓക്കെ, ആദ്യത്തെ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാല് റോളിംഗ് ആൻഡ് അൺറോളിംഗ് എ മാറ്റ്. നിങ്ങൾ 9ാമത്തെ പേജ് 9th പേജ് ഒന്ന് നോക്കുക കേട്ടോ. 9th പേജിൽ കൊടുത്തിട്ടുണ്ട് അൺറോളിംഗ് റോളിംഗ് എ മാറ്റ്. ആരാണ് ചെയ്യാം? എളുപ്പമുള്ള ആക്ടിവിറ്റി ആണ് കേട്ടോ. അത് വായിച്ചു നോക്കാം, വായിച്ചു നോക്കിയിട്ട് പ്രിപ്പയർ ചെയ്യുക, ദെൻ നമ്മുടെ ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യുക, അതിന്റെ ഒരു വീഡിയോ എടുത്ത് വെക്കുക. ഇത്രയുമാണ് ഈ ഒരു ആക്ടിവിറ്റിക്ക് വേണ്ടി ചെയ്യേണ്ടത്. സഹദുവിനെ ചെയ്യോ? യെസ് മാം. അപ്പൊ റോളിംഗ് ആൻഡ് അൺറോളിംഗ് സഹദുവിനെ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അടുത്ത ആക്ടിവിറ്റി എന്ന് പറയുന്നത്, അപ്പൊ അത് കൃത്യമായിട്ടും ആ പേജ് നമ്പർ കൃത്യമായിട്ട് വായിക്കുക, അതുപോലെ തന്നെ ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. ഓക്കെ, ആക്ടിവിറ്റിയാണ് സ്പൂണിങ്. സ്പൂണിങ് ആരാ ചെയ്യാ? ഒരാള് പറയൂ വേഗം. ആൽഫിയ ചെയ്യാമോ? ചെയ്യാം. ആൽഫിയ സ്പൂണിങ്. റോളിംഗ് ആൻഡ് അൺറോളിംഗ് ആണ്. ആൽഫിയ സ്പൂണിങ് ആണ്. ദെൻ അടുത്തത് ഡ്രൈ പോറിംഗ് ആണ്. ഡ്രൈ പോറിംഗ് ബീൻസ് ഫ്രം ജഗ് ടു ജഗ്. ആരാ ചെയ്യാ? ഡ്രൈ പോറിംഗ് ഒരാൾ പറയൂ കേട്ടോ. 3 പേരും അടുത്ത തിങ്കളാഴ്ചയാണ്, സമയമുണ്ട്. ഡ്രൈ പോറിംഗ് ആരാ ചെയ്യാ? റനീഷ സലീം ചെയ്യോ? ഓക്കെ ആണ്? ഓക്കെ, റനീഷ ഓക്കെ ആണല്ലോ? റനീഷ ഓക്കെ. അപ്പൊ 3 പേര് 3 ആക്ടിവിറ്റി ആയിട്ട് വരിക കേട്ടോ. അപ്പൊ നമുക്ക് കാണാം അവരെങ്ങനെയാണ് ചെയ്യുന്നത്. ബാക്കിയുള്ളവർക്ക് ഞാൻ പിന്നത്തെ ക്ലാസ്സിൽ എക്സസൈസ് ആക്ടിവിറ്റി ചെയ്യാനായിട്ട് തരാം. ഓക്കെ മാം, ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ആ സ്പൂണിംഗ് എന്നൊക്കെ പറഞ്ഞത് കുട്ടികളോട് ചെയ്ത വീഡിയോ എടുത്താൽ മതിയില്ലേ? ആ മതി മതി, ലൈവായിട്ട് കാണിക്കാം കേട്ടോ. ഓക്കെ ഓക്കെ. നിങ്ങൾ എന്റെ നമ്പറിലേക്ക് എല്ലാം സെൻഡ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് എനിക്ക് കാണണം. അപ്പൊ അതുകൊണ്ടാണ് ലൈവായിട്ട് കാണിക്കാനായിട്ട് പറയുന്നത്. ഓക്കെ, കുട്ടികളില്ലെങ്കിൽ ഒറ്റയ്ക്ക് ചെയ്യാൻ പാടില്ലേ? കുട്ടികളില്ലെങ്കിൽ ഒറ്റയ്ക്ക് ചെയ്യാൻ, വായിച്ചിട്ട് അതുപോലെ തന്നെ ചെയ്താൽ മതി. എങ്ങനെയാണ് വരുന്നത് കൃത്യമായിട്ട്, ഹാൻഡ്സിന്റെ കോർഡിനേഷൻ എങ്ങനെയാണ്, ഐയുടെ കോർഡിനേഷൻ എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു മാം. താങ്ക് യു. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു.